ഹലോ ഗൈസ്, എന്റെ വീടിന്റെ അടുത്തുള്ള പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയോ? ഞാനല്ല നമ്മൾ പോകുന്നത്. അതെ, നമ്മുടെ ഉത്സവം സംബന്ധിച്ച്, അതായത് വലിയ ഉത്സവത്തിന് മുമ്പായിട്ട് ഒരു ആനവരവെടുപ്പ് ചടങ്ങ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിനായിട്ട് NSS കരോഗത്തിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. അപ്പൊ അവിടെ വന്നതാണ്. അപ്പൊ ആനക്കൂട്ടിനോടെ നിൽക്കുന്നു. ഞാൻ ഫുഡ് കഴിക്കുന്നു, ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ച് അവിടെയുള്ളവരെയൊക്കെ കണ്ടത്. അവിടെയുള്ളവർ ഫുൾ ബലൂൺ വീർപ്പിക്കുന്നതിന്റെയും ചടങ്ങിന്റെ ഭാഗമായിട്ട് ഫുൾ തിരക്കിലാണ് കേട്ടോ. നമ്മുടെ ആനക്കൂട്ടം വന്ന വണ്ടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. കഴിവന്തല ഗണപതിയാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിൽ തിടം പേറ്റുന്നത് ഉത്സവത്തിന്. അപ്പൊ ആ ആനയുടെ വണ്ടിയാണ് ഇപ്പൊ കണ്ടത്. ഇതാണ് കേട്ടോ നമ്മുടെ കരുവന്തല ഗണപതി ആനക്കുട്ടൻ. അപ്പൊ ആനക്കുട്ടനെ കുളിച്ച് സുന്ദരക്കുട്ടപ്പനൊക്കെ ആക്കിയത്. അപ്പൊ ഞാനാണെങ്കിൽ ചെണ്ടമേളൊക്കെ കേട്ട് ഫുൾ വൈബ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ആനക്കുട്ടനാണെങ്കിൽ മാലയൊക്കെ ഇട്ട് നമ്മുടെ കൊമ്പുമ്മ മറ്റേ മുണ്ട കൊടുത്ത് സെറ്റായിട്ട് സ്റ്റൈലായിട്ട് നിൽക്കുകയായിട്ട് നമ്മുടെ ആനവരെ ഏൽപ്പിച്ചാണെങ്കിൽ ഇവിടെ തുടങ്ങാൻ വേണ്ടി പോകണം. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഫുൾ നമ്മൾ ഈ പാട്ടും മേളവും ഡാൻസൊക്കെ ആയിട്ട് ഒരു ഘോഷയാത്ര പോലെ എല്ലാവരും കൂടി ഒരേ യൂണിഫോമിൽ വൈബ് ചെയ്തിട്ടാണ് നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വരെ നടന്നു പോകുന്നത്. അതിനിടയിൽ നമ്മളോട് ചേട്ടന്മാർ വണ്ടി കയറിക്കോളാൻ പറഞ്ഞ് കുറച്ച് നേരം നമ്മൾ അതിന്റെ മുകളിൽ കയറിയത് സർക്കസ് ഒക്കെ നമ്മുടെ ബഹളൊക്കെ നിങ്ങൾ കുറച്ച് കേട്ടോളൂ. കണ്ടില്ലേ ഗൈസ്, ഞാൻ പ്രാന്ത് പിടിച്ചോലെ ഈ ചെണ്ടമേളൊക്കെ കേട്ടിട്ടിടുന്ന് തുള്ളിക്കൊണ്ടിരുന്നത്. അമ്മാതിരി തന്നെ വേറെ തന്നെ ഒരു ലോകത്തേക്കാണ് ഈ ചെണ്ടമേളൊക്കെ കൊണ്ടുപോകുന്നത്. രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഗജം പൂരപ്രേമി സംഘത്തിന്റെ ഒരു ഫോട്ടോ സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആനക്കുട്ടന്മാരൊക്കെ റെഡി ആയിട്ട് സുന്ദരക്കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഉത്സവത്തിന് വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ഒരു മഞ്ഞൾപ്പറയം നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ സൈഡിലാണെന്നുണ്ടെങ്കിൽ ചെണ്ടമേളം തകർത്തിയായിട്ട് നടക്കുന്നുണ്ട്.